വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്ന് ഞാനൊരു അടിപൊളി ചമ്മന്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി പപ്പട ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 പപ്പടം എടുക്കുന്നുണ്ട്. ഇനി ഈ ചമ്മന്തിക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, ഒരു 10 ചെറിയുള്ളിയും 2 പീസ് ഇഞ്ചിയും 1 മുറി തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഈ പപ്പടം ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് കൊടുക്കാം. ഒന്ന് പൊരിച്ചെടുക്കാം. പപ്പടം പൊരിച്ചത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ പാനിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വറ്റൽമുളകും ഇഞ്ചിയും ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതും കൂടി പപ്പടത്തിന്റെ കൂട്ടത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പുളിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്ത് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.